ഇന്ന് ആക്ച്വലി ഞങ്ങൾ ഒരു ഡിവൈൻ വൈബിലാണ് ഇരിക്കുന്നത്. ആ ഒരു ആദ്യത്തെ സ്റ്റേജും ഇന്നലെ കഴിഞ്ഞത് എത്രാമത്തെ സ്റ്റേജ് ആയിരുന്നു? അങ്ങനെയില്ല, പ്രോഗ്രാമിലാവാൻ വളരെ ഹൈലൈറ്റ് ആണ്. ആ ഫുൾ ടൈം ആ 17 വയസ്സിൽ ഞങ്ങൾ വായിക്കുന്ന പാട്ടുകളൊന്നും ഞങ്ങൾ ഫസ്റ്റ് സ്റ്റേജ് ആണെങ്കിലും ഒരു പാട്ടും നമ്മൾ റിഹേഴ്സൽ ചെയ്തിട്ടല്ല കയറിയത്. ഈ വയലിന് തൊട്ട് കഴിഞ്ഞാൽ അവൻ വയലിൻ വായിക്കുന്ന പോലെ നമുക്ക് എന്തോ പാടുന്ന പോലെ തോന്നും. എന്താ ഈ സിത്താനയുടെ മീനിങ്? അല്ല, അതങ്ങനെ മീനിങ് നോക്കി എടുത്ത പേരല്ല. ആക്ച്വലി ഇത് സ്റ്റാർട്ട് ചെയ്തു, അപ്പൊ ഇതിനൊരു പേര് വേണമല്ലോ. കുറെ പേര് ഇങ്ങനെ ആലോചിച്ചു. നമ്മള് എന്താ പറയാ, ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തു. ഒരു ദിവസം രാത്രി ഉറങ്ങിയപ്പോ ഒരു 3 മണിക്ക് എന്റെ മൈൻഡിൽ വന്നൊരു പേരാണ് സിത്താനി. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു കുട്ടിയാണ് ആ ബാക്കിൽ ആ കോർണറിൽ ഇരിക്കുന്നത്. പ്രപ്പോസൽസ് അങ്ങനെ എന്തെങ്കിലും വരാറില്ല? ഹാർമോണിയം ലീഡ് ചെയ്യുന്ന ബാൻഡ് എനിക്കുണ്ട്. ഞാനാണ് ആദ്യമായിട്ട് ലീഡ് ചെയ്യുന്ന ഹാർമോണിയം ലീഡിങ് ബാൻഡ് കൊണ്ടുവന്നത് ഞാനാണ് കേരളത്തിൽ. നിനക്കിങ്ങനെ സിനിമ അതുപോലുള്ള സിനിമയിലൊക്കെ വർക്ക് ചെയ്യണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ? ഞാൻ വർഷങ്ങൾക്ക് ശേഷം ആ മധുപകരു ഞാൻ ഹാർമോണിയം വായിക്കണം. മധുപകരൂ നീ താരകേ ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഹലോ, എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് മൈ ഷോ മസ്തി വിത്ത് മസ്താനി. ഇന്ന് ആക്ച്വലി ഞങ്ങളൊരു ഡിവൈൻ വൈബിലാണ് ഇരിക്കുന്നത്. അപ്പോൾ മസ്തി വിത്ത് മസ്താനിയിൽ ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് സിത്താനികളാണ്. വെൽക്കം. ഓക്കെ, ആക്ച്വലി നമ്മൾ ഇവിടെ വന്ന് കുറേ സമയമായിട്ട് ഇവരുടെ ഫുൾ പ്രാക്ടീസസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ ഭയങ്കര ടോട്ടലി ഇംപ്രസ്ഡ് ആയിട്ട് ഇരിക്കുകയാണ്. ഞങ്ങളിങ്ങനെ റീൽസിലും കാര്യങ്ങളിലൊക്കെയാണ് നിങ്ങളുടെ വീഡിയോസും ഭജൻസൊക്കെ കേൾക്കുന്നത്. അപ്പോൾ വെൽക്കം. എത്ര നാളായപ്പോൾ സിത്താനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്? നമ്മൾ സെപ്റ്റംബർ പകുതിയിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പോൾ ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി ആയില്ലേ, ഒരു 4-5 മാസമായി. ഈ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു റീച്ച് കിട്ടിയല്ലോ. ഈ തുടക്കകാലത്ത് ഉണ്ടായിരുന്നത് നിങ്ങൾ 3 പേരും 4 പേരും 6 ആള്. ഓക്കെ, അപ്പൊ എല്ലാരും ഉണ്ട്. കുറെ ആൾക്കാർ, നമ്മളിപ്പോ ടോട്ടൽ ഒരു 10-15 ആൾക്കാരുണ്ട് ഇതില്. അപ്പൊ എല്ലാവർക്കും എക്സാംസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും ഈ 5 പേരിൽ നിന്ന് ഇപ്പൊ ഇത്രയും ആൾക്കാരിലേക്ക് എത്തുമ്പോൾ എന്താ ഫീൽ ചെയ്യുന്നത്? എങ്ങനെ എത്തി ഇത്രയും ആളുകൾ ഇങ്ങനെ ജോയിൻ ചെയ്തു? അല്ല, നമ്മള് സ്റ്റാർട്ടിങ്ങില് ഒരു 5 ആള് വെച്ചിട്ടാണ് തുടങ്ങിയത്. സെക്കൻഡ് പ്രോഗ്രാം മുതൽ 9 ആൾക്കാര് 10 ആൾക്കാർ കയറിയിട്ടുണ്ട്. പിന്നെ നമ്മളത് 9ലേക്ക് എല്ലാ പ്രോഗ്രാമിലും ഇപ്പൊ 9 ആൾക്കാർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അടിപൊളി. എന്തായാലും എനിക്കൊന്നും നിങ്ങൾക്ക് എല്ലാ സോങ്സും ഭയങ്കര വൈറലാണ്, എല്ലാം ഇഷ്ടപ്പെടുന്ന ഒരുപാട് പ്രേക്ഷകരും സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഒരുപാട് പേരുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ റീച്ച് പോയ ഒരു ഭജനുണ്ട്. എനിക്ക് തോന്നുന്നു 18 മില്യൺ പ്ലസ് വ്യൂവേഴ്സ് വന്നൊരു. ഞാൻ ആ വീഡിയോ ഒന്ന് കാണിച്ചു തരാം, എന്നിട്ട് നമുക്ക് ബാക്കി വിശേഷം. 18 മില്യൺ വ്യൂസ് എന്ന് പറയുമ്പോഴേക്കും അത് ഭയങ്കര വലിയൊരു വ്യൂസ് അല്ലേ? അപ്പം ഇത് ഏത് സമയത്ത്? ഇത് ഫസ്റ്റ് പ്രോഗ്രാമിന് പോയതായിരുന്നു? അല്ല, ഇത് റീസെന്റ് കഴിഞ്ഞിട്ടുണ്ടായതാണ്. നമുക്ക് ആലിപ്പറമ്പ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഇപ്പൊ
മഹോത്സവം നടന്നുകൊണ്ടിരിക്കലേന്ന്. നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അവിടെ ഒരു ചടങ്ങ്, ധ്വജഘോഷയാത്ര അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ അവിടേക്ക് പ്രോഗ്രാമിന് പോയതാണ്. അപ്പോ നമ്മള് വീഡിയോഗ്രാഫേഴ്സിനെ കൊണ്ടുപോയിട്ടുണ്ടായി. അങ്ങനെ വെറുതെ ഒരു വീഡിയോ ജസ്റ്റ് എഡിറ്റ് ചെയ്ത് ഇട്ടതായിരുന്നു. മീൻസ് ഇത്രയും റീച്ച് ആവുന്ന 1 മില്യൺ അടിക്കുമെന്ന് എന്തായാലും പ്രതീക്ഷിച്ചിട്ടുണ്ട്. സ്റ്റാർട്ടിങ്ങിലൊപ്പം റീച്ച് ഇങ്ങനെ ഈ പാട്ട് പ്രത്യേകിച്ച് എല്ലാവർക്കും ഫേവറേറ്റും കൂടി ആയതുകൊണ്ട് ഇട്ടപ്പം തന്നെ നല്ല രീതിക്ക് കയറുന്നുണ്ടായി. പക്ഷെ 1 മില്യണിൽ കൂടുതൽ ഇത്ര അധികം. പിന്നെ നമ്മുടെ മിക്ക വീഡിയോസിനും അധികം മലയാളം വരുന്നത് ഇതിൽ. പക്ഷെ കുറെ കന്നഡ കുറെ അവർ അങ്ങനെയൊക്കെ കോണ്ടാക്ടും ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്കപ്പോ ആ ഒരു പാട്ടിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. എനിക്ക് തോന്നുന്നു ഈ ഒരു സോങ്ങിന് ഭയങ്കരമായിട്ട് റിക്വസ്റ്റ് വരാറുണ്ടെന്ന് തോന്നുന്നു പോകുന്ന സ്ഥലങ്ങളൊക്കെ. ഇത് വരാത്ത ഏതെങ്കിലും സ്റ്റേജസ് ഉണ്ടായിട്ടുണ്ടോ? ചോദിച്ചതാണോ? പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് അങ്ങനെ ചോദിക്കാറില്ല, തുടങ്ങി കഴിഞ്ഞാൽ ചോദിക്കാറില്ല. അതായത് അപ്പൊ നിങ്ങളിങ്ങനെ പ്രിപ്പയർ ചെയ്ത് പോയിട്ട് അതിൽ നിങ്ങളുടെ ലിസ്റ്റിൽ ഇല്ലാത്ത സോങ്സ് സജസ്റ്റ് ചെയ്താലും റിക്വസ്റ്റ് ചെയ്താലും നിങ്ങൾ ശരി, അല്ലെങ്കിൽ നമുക്ക് അറിയുന്നത് വരെ പാടി നമ്മള് അവരെ ഹാപ്പി ആക്കും. സംഘാനോ ഒരുമിച്ച് യെസ്, നമ്മള് അറിയുന്നത് വരെ പാടി നമ്മള് ഹാപ്പി ആക്കും. ഓക്കെ, എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഏറ്റവും കൂടുതൽ കമന്റ്സ് വരുന്നത് ജെൻസി പ്ലസ് ഭജൻ വൈബ്സ് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. നിങ്ങൾ ശരിക്കും എല്ലാവരും ജെൻസി പിള്ളേരാ? അല്ല, ഇവളല്ല. പക്ഷെ വൈബ് ജെൻസി എനക്കാണ്, ഇവരൊക്കെ 90s വൈബാണ്. അത് ശരിയാ. സിദ്ധു ജെൻസി പിള്ളേരാ ശരിക്കും? ആണോ? അല്ല, ഇവർ രണ്ടാളും അല്ല. അതാ അങ്ങോട്ട് മുഖം തിരിച്ചിരിക്കുന്നല്ലേ? എന്താ 90s പിള്ളേർ എന്ന് പറയുമ്പോ ഇത്ര ഒരു ചമ്മലൊക്കെ നമുക്ക് ആക്ച്വലി എല്ലാരും ഒന്ന് പരിചയപ്പെടാം. ആദ്യം എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം? സൈഡിൽ നിന്ന് തുടങ്ങി. ഇതിപ്പോ ഏത് സൈഡിൽ ഞാൻ തുടങ്ങാം? അവിടെ തുടങ്ങാം. പിയാനോ അല്ലേ? കീബോർഡ്. കീബോർഡ്. ഇൻട്രോവേർട്ട് ആണോ? അല്ല അല്ല, എക്സ്ട്രോ. എൻ്റെ പേര് ശ്യാമാണ്. ഞാൻ ഇവിടെ മഹാരാഷ്ട്രയിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 3rd BA മ്യൂസിക്. എത്ര നാളായി ഇവരുടെ കൂടെ ജോയിൻ ചെയ്തിട്ട്? ഇപ്പൊ അടുത്ത് 1 മാസം ആയിട്ടുണ്ടാവുള്ളൂ. 1 മാസമായിട്ട് സിതാനിയിലുണ്ടോ? ഓക്കെ, അടുത്ത ആള് കുഞ്ഞാവല്ലേ? അതെ, ഞാൻ വന്നപ്പോ തന്നെ നോട്ട് ചെയ്തായിരുന്നു. ഇവര് പറഞ്ഞു കൂട്ടത്തിൽ ഏറ്റവും കുഞ്ഞാളാണ്. ഒട്ടും മിണ്ടുന്ന കണ്ടതേ ഇല്ല. ഭയങ്കര എന്തെങ്കിലും ആലോചിച്ചിരിക്കായിരുന്നു. എങ്ങനെ ഇന്റർവ്യൂല് കലക്കണം എന്ന് ആലോചിച്ചിരുന്നതാണ്. എന്താ കുഞ്ഞാവ് ശരിക്കും പേര്? യദു. കുഞ്ഞാവെന്ന് വിളിക്കുന്ന എന്താ പെറ്റ് നെയിം ആണോ? അല്ലെങ്കിൽ നിങ്ങൾ വിളിക്കുന്നതാണോ? അയ്യടാ, ഇവിടെയും കുഞ്ഞാവേ അല്ലേ? എന്താ ചെയ്യും?
ഞാൻ +2 പഠിക്കുക. ആ. +2 എത്ര നാളെ ഇവരുടെ കൂടെ ജോയിൻ ചെയ്തിട്ടോ? ഞാനൊരു 2.5 മാസം. 2 മാസം. എങ്ങനെയുണ്ട് ഇവരുടെ വൈബ്? അടിപൊളി. എത്ര പ്രോഗ്രാംസ് ചെയ്തു? ഒരു 7-8 പ്രോഗ്രാംസ് ചെയ്തു. അമ്പടാ. ആക്ച്വലി ശരിക്കും ഇൻട്രോവേർട്ട് കുഞ്ഞാനാന്ന് തോന്നല്ലേ? അല്ലേ? സത്യം ഞാൻ ആരോടും മിണ്ടുന്ന കണ്ടില്ല. അവിടെ ഇരിക്കുക അല്ലെങ്കിൽ അവിടെ ഇരിക്കുകയായിരുന്നു. പക്ഷെ ഏറ്റവും എക്സ്ട്രോവേർട്ട് താനാ. എന്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി. അടുത്താള്. എൻ്റെ പേര് ഡെനിൽ. ഞാൻ പഠിച്ചത് RLVയിലാണ്, BA മൃദംഗം. ഇപ്പോൾ 1 മാസമായിട്ട് ഇവരുടെ ഇവിടെ ഉണ്ട് പ്രോഗ്രാംസ് കാര്യങ്ങളായിട്ട്. അടിപൊളി. ഇങ്ങനെയോട് പറയാം. എൻ്റെ പേര് വൈഷ്ണവി. ഞാൻ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ BA മ്യൂസിക് കഴിഞ്ഞു. ഇപ്പം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് ഡ്രാമയിൽ MA മ്യൂസിക് ചെയ്യുന്നു. ഓക്കെ. എൻ്റെ പേര് നന്ദന. ഞാൻ ഇപ്പോൾ MA പഠിച്ചുകൊണ്ടിരിക്കുക കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ചെമ്പയിൽ BA പഠിച്ചു. എൻ്റെ പേര് അനഘ. ഞാൻ മ്യൂസിക് ടീച്ചറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. ഇപ്പോൾ കറൻ്റ് സിദ്ധാനി മാത്രം. എൻ്റെ പേര് അധീന. BA ചെമ്പയിലായിരുന്നു കഴിഞ്ഞത്. ഇപ്പം MA മ്യൂസിക് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ചെയ്യുന്നു. എൻ്റെ പേര് ആരതി. ഞാനിപ്പോൾ BCom കഴിഞ്ഞു. ഇപ്പോൾ ഡബിൾ ഡിഗ്രി എടുക്കുന്നുണ്ട്, BA സ്പോർട്സ് സ്റ്റഡീസ്. ഓക്കെ. ആ, എന്താ പേര് പറ? എന്താ നേരത്തെ എന്താ? സിദ്ധാനി സിദ്ധാർത്ഥ അല്ലേ? പേര് സിദ്ധാർത്ഥ്. RLVയിലും മൃദംഗം കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. സമയമില്ല, അതുകൊണ്ടാണ്. ജോയിൻ ചെയ്തപ്പോ സമയം ഉണ്ടായി. ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോ കുറച്ച് തിരക്കായി. കംപ്ലീറ്റ് ചെയ്യാൻ ഉദ്ദേശമില്ല? കംപ്ലീറ്റ് ചെയ്യാൻ ഉദ്ദേശമില്ല? ഇല്ല. ഇല്ലേ? സീരിയസ് ആയിട്ട് പറയണോ? ഇത്രയും സത്യസുന്ദരൻ, ഇങ്ങനെ സത്യസുന്ദരാവാൻ പാടില്ല. അപ്പൊ അത്ര ബിസിയാ ലൈഫില്? കൊറേ ഉണ്ടാക്കുന്നുണ്ട്. ബാങ്ക് ബാലൻസ് എത്രയാ? ബാലൻസ് അത് ഇപ്പൊ ഒന്നുമില്ല. മൊത്തത്തിൽ ഇങ്ങനെ മഞ്ഞുണ്ട്. പോകുന്നുണ്ടോ? എനിക്കറിയാം. ശരൺ. ശരൺ ഹാർമോണിയം പ്ലെയറാണ് സിത്താനിയിൽ. ഇപ്പോൾ ഇങ്ങനെ പോകുന്നു. എത്ര നാളെ ഇവരുടെ കൂടെ? ഇവരുടെ കൂടെ ഏകദേശം ഒരു 2 പ്രോഗ്രാമിന് ശേഷം ഞാനുണ്ട്. ഇങ്ങനെ ഫുൾ ടൈം ആയിട്ട് ഇപ്പം ഉണ്ട്. ഇവരിങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തതാണോ? വലിഞ്ഞെടുത്തില്ലെന്നല്ല, വിളിച്ചപ്പോ പോയതാണ്. അങ്ങനെ ഇപ്പൊ സിത്താനിക്ക് ഞാനാണ് ഹാർമോണിയം വായിക്കുന്നത്. അവിടെ എൻ്റെ പേര് അഞ്ജലി. ഞാൻ BA MA മ്യൂസിക് കർണാട്ടിക് വോക്കൽ കഴിഞ്ഞു. ഇപ്പോൾ അടുത്തൊരു PG ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലൈബ്രറി സയൻസിൽ, രാജഗിരി കളമശ്ശേരി. എൻ്റെ പേര് മഞ്ജിമ മഹേഷ്. ഞാൻ ഇപ്പോൾ B.Ed ചെയ്യാണ്. അപ്പോൾ 23 വർഷമായി സംഗീതം പഠിക്കുന്നുണ്ട്, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ പേര് ശൈത്യ. ഞാൻ കാലടി ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചിരുന്നത്. ഇപ്പോൾ മ്യൂസിക് ടീച്ചറായിട്ട് നാട്ടിലെ സ്കൂളിൽ വർക്ക് ചെയ്യും. പേര് നന്ദന. ഞാൻ BSc കഴിഞ്ഞ് ഇപ്പോൾ MSc മെഡിക്കൽ മൈക്രോബയോളജിയിൽ MSc ചെയ്തുകൊണ്ടിരിക്കുന്നു മംഗലാപുരത്ത്. മംഗലാപുരം. അപ്പൊ എങ്ങനെ ഇവരുടെ കൂടെ ഇങ്ങനെ പ്രോഗ്രാംസിനൊക്കെ പോകുന്നു? അത് ഞാനിപ്പോൾ എൻ്റെ 3ാമത്തെ പ്രോഗ്രാം ആയതേ ഉള്ളൂ ഇപ്പം വന്നത്. ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് ചെയ്യുന്ന ഏത് സോങ്ങിനോ? ഏത് ഭജൻ? അത് രാധതൻ പ്രേമത്തോടാണൊക്കെ ആയിരിക്കും. അത് സ്ഥിരം എത്ര പണ്ട് കാലം മുതൽ അങ്ങനെ തന്നെ. ഇപ്പൊ തുടങ്ങിയിട്ടുണ്ടല്ല. ഇപ്പോ എവിടെയൊക്കെ ഭക്തി ഗാനങ്ങളുണ്ടെങ്കിൽ അവിടെ രാധതൻ പ്രേമത്തോടാണ് ഒരു ഹൈലൈറ്റ് സാധനമാണ്, ഒരു മെയിൻ സംഭവമാണ്. അതില്ലെങ്കിൽ മുന്നോട്ട് പോകാറില്ല. അതില്ലെങ്കിൽ ഒരു വിഷമല്ലേ ഓഡിയൻസിനൊക്കെ? കാരണം അതിന്റെ കോമ്പോസിഷൻ സിമ്പിൾ എന്നല്ല, പക്ഷെ എല്ലാവർക്കും ഏറ്റുപാടാൻ പറ്റിയൊരു പാട്ടായതുകൊണ്ട് എല്ലാവരും ചോദിക്കും. നിങ്ങളുടെ ഒരു സിത്താനിന്റെ ഒരു മാസ്റ്റർ പീസ് ഏതായിരിക്കും? അതായത് നമ്മളെ ഏത് സ്റ്റേജിലും ഈ ഭജൻ അല്ലെങ്കിൽ ഈ സോങ് ഒഴിവാക്കത്തേ ഇല്ല എന്ന് പറയുന്നത് ഏതായിരിക്കും? നിങ്ങൾക്കൊരു പേഴ്സണൽ ഫേവറേറ്റ് ഉണ്ടാവും? സീതാപതി നമ്മളെ ഫേവറേറ്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ റീസെന്റ് നമ്മളെ ഫേവറേറ്റ് രാധേ രാധേ വസന്തരാധ, ഈ 2 സോങ്സ് ആണ് നമ്മൾ. ഓക്കെ, നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു സോങ് കേൾക്കാം. രാധേ രാധേ. പുലികൾ കരടികളിടയും
അപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങളിങ്ങനെ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ നോട്ടീസ് ചെയ്യുന്നത് നിങ്ങൾ തമ്മിലുള്ള ഒരു കോണ്ടാക്ട് ഉണ്ട്, അദൃശ്യമായ കോണ്ടാക്ട് ഉണ്ട്. പ്രത്യക്ഷമായ പക്ഷെ നിങ്ങളുടെ ഇടയിൽ തന്നെ ആ ഒരു സംഭവം ഉണ്ട്. അതെങ്ങനെയാണ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? കാരണം ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഒരു ഐ കോണ്ടാക്ട് ഉണ്ട്, ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നത്, നിങ്ങൾ പരസ്പരം പോകുന്നത്, അവിടെ ഉണ്ട്. അതെങ്ങനെയാണ്? അമിതമേ അറിയാം. വെച്ചാല് അവൻ ആ സമയത്ത് എന്താ അവിടെ വായിക്കാൻ നമുക്ക് പ്രൊഡിക്ട് ചെയ്യാൻ പറ്റും കറക്റ്റായിട്ട്. ഞാൻ നിങ്ങൾ ഓൾറെഡി ഇങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ടാണോ പോവാ? തമ്മില് നല്ലോണം അറിയാം നമുക്ക്. അപ്പൊ പെട്ടെന്നൊരു സോങ് വായിക്കുമ്പോൾ അവൻ ആ ടൈമിൽ എന്താ വായിക്കാൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ഇന്ന സാധനം വായിക്കണം. ഈ പ്രാക്ടീസിന്റെ സമയത്ത് അങ്ങനെ എന്തെങ്കിലും പറയാറുണ്ടോ? ഇല്ല, അങ്ങനെയില്ല. അത് ഓട്ടോമാറ്റിക്കലി വരും കയ്യിലത്. പിന്നെ കുറച്ചൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകും ഇങ്ങനെ കാര്യങ്ങൾ. എപ്പോഴും ഇങ്ങനെ ഫോക്കസ്ഡ് ആയിരിക്കും, ഇങ്ങനെ കൈ ഫിംഗറിലൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കും ഇങ്ങനെ. അതായത് എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലോണം രീതിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, എന്നാലേ സ്മൂത്ത് ആയിട്ട് പോകുന്ന കാര്യങ്ങൾ. പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ എന്തെങ്കിലും ടിപ്സ്? ഈ ക്ലാസ്സിൽ പിള്ളേരെ ശ്രദ്ധിക്കാണ്ടിരുന്നിട്ട് പെട്ടെന്ന് ടീച്ചർ എന്തെങ്കിലും പറയുമ്പോൾ ഇങ്ങനെ നമ്മൾ ഇരിക്കില്ലേ ശ്രദ്ധിക്കുന്ന പോലെ, ആ എക്സ്പ്രഷൻ പ്രാക്ടീസിന്റെ സമയത്ത് ടിപ്സ് ഒക്കെ ഇങ്ങനെ പറഞ്ഞു വെക്കാറുണ്ടോ? അതെന്താന്ന് വെച്ചാലേ പ്രാക്ടീസിന് ഇപ്പൊ ഡെല്ല് പറയും നമ്മ വായിക്കും, അത്രേ ഉള്ളു. അവനാണ് ലീഡ് ചെയ്യണം ശരിക്കും. അവനാണ് നമുക്ക് ഓരോ പാറ്റേണുകൾ അവിടെ എന്തൊക്കെ വായിക്കണം എന്ന് പറഞ്ഞത് തന്നെ. അപ്പൊ അവൻ പറയും, ഞാനത് സെറ്റ് ചെയ്ത് വായിക്കും. അതാണ് പ്ലാൻ. കംപ്ലീറ്റ്ലി ഡെനിൽ പറയുന്നത്. ഡെനിലാണ് ഫുള്ള് കോർഡിനേഷൻ. ഡെനിലായല്ലോ. ആ ഓക്കെ. ഈ ഏറ്റവും തീരെ പറഞ്ഞ അനുസരിക്കാത്ത ആരാ? അതായത് ഇന്ന ആളോട് എത്ര കൊറേ വിഷയം പറയേണ്ടി വരും. ഞാൻ വേറെ ചില ആൾക്കാരെ അത് നമ്മളിപ്പോ റെഡി ആവാനൊക്കെ സമയം എടുക്കും. ഇത്ര ടൈം ചിലപ്പോ നമ്മള് സൗണ്ടൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് സമയം കുറച്ചേ ഉണ്ടാവും. അപ്പൊ എല്ലാവരുടെ അടുത്തും പെട്ടെന്ന് റെഡി ആവാൻ വേണ്ടി പറയും. ഇവളെന്റെ അനിയത്തിയാണല്ലോ, അപ്പൊ ബാക്കി എല്ലാവരുടെ അടുത്തും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കേൾക്കും. എന്നാലും നമ്മൾ ലേറ്റ് ആവും. സ്വന്തം അനിയത്തിയാണ്. അപ്പൊ ഇവളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവള് കേൾക്കൂല. ഇവളെല്ലാരും റെഡി ആയി കഴിഞ്ഞിട്ട് ലാസ്റ്റ് അപ്പൊ എനിക്ക് ഇവളെ മാത്രം പറഞ്ഞാ കേൾക്കൂല. അനിയത്തി അല്ലാതെ വേറെ ആരാ? വേറെ ഇവരില് ഇല്ല ഇല്ല, ഇവര് നേരത്തെ റെഡി ആയിട്ട്. ഇവർക്കൊന്നും റെഡി ആവാൻ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് പിന്നെ അല്ല, ഇവർക്ക് ജസ്റ്റ് ഒരു കുർത്ത എടുത്തിട്ടാ മതി. പിന്നെ എല്ലാരും ഭയങ്കര സുന്ദരന്മാരായോണ്ട് ഒരുങ്ങിയൊന്നും വേണ്ടല്ലോ. അത് നേരത്തെ ഞാനിങ്ങനെ ചോദിക്കണ്ടായിരുന്നോ, നിങ്ങളൊക്കെ റെഡി ആവുന്നുണ്ടായിരുന്നു. അപ്പം ഇവർക്ക് വേറെ ഡ്രസ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോ ആള് പറയുന്നത് ഞങ്ങൾക്ക് 2 മിനിറ്റ് ഒരു കുർത്തിട്ടാ മതി. ആക്ച്വലി അത് കറക്റ്റാ. ബോയ്സിന് റെഡി ആവാൻ വളരെ കുറച്ച് സമയം മതി. ഈ എങ്ങനെ ഈ സിത്താനിന്റെ ഒരു സ്റ്റാർട്ട്? അത് ആക്ച്വലി ഇവളാണ് ആ കൺസെപ്റ്റ് പറഞ്ഞത്. കുറെ ഗേൾസ് ഓൾറെഡി ഞാനൊരു കോളേജിൽ വർക്ക് ചെയ്തിട്ടുണ്ടായി. അപ്പൊ എനിക്ക് കുറെ കണക്ഷൻസ്, കുട്ടികൾ മീൻസ് കുറെ ആൾക്കാരെന്റെ ഫ്രണ്ട്സ്, അതായത് അറിയാം സ്റ്റുഡൻസ് ആയിട്ടില്ല, നല്ല ഫ്രണ്ട്ലി. ഞാൻ ചെറിയ ഏജ് ചെറുതായോണ്ടേ, ചെറിയ ടീച്ചർ ആയോണ്ട് ഇവരൊക്കെ ഏകദേശം ചെറിയ ഡിഫറൻസ് അല്ല. ഒരാള് വേറെ ആൾക്കാരുണ്ട്, അവരൊന്നില്ല. അപ്പൊ അങ്ങനെ നമ്മള് അങ്ങനെ കുറച്ച് കണക്ഷൻസ് ഉണ്ടായി. അപ്പൊ ഇവള് എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, നമുക്ക് കുറച്ച് ഗേൾസിന്റെ ഒരു ടീം ചെയ്താലോ എന്നിങ്ങനെ പറഞ്ഞതാണ്. അപ്പൊ ഇവളിങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ നമുക്കൊരു അമ്പലത്തിലേക്ക് ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായി. അപ്പൊ ഞാൻ ഈ സാധനം അങ്ങ് വർക്ക്ഔട്ട് ചെയ്തു. അങ്ങനെ എല്ലാരെയും കോണ്ടാക്ട് ചെയ്ത് പെട്ടെന്ന് ഫോമായി. ജസ്റ്റ് ഐഡിയ പറഞ്ഞു, 2 ദിവസത്തിനുള്ളിൽ അത് വർക്ക്ഔട്ട് ചെയ്യേണ്ടി വന്നു. അങ്ങനെയാണ് സിത്താനി ഉണ്ടായത്. എന്താ ഈ സിത്താനിയുടെ മീനിങ്? അല്ല, അതങ്ങനെ മീനിങ് നോക്കി എടുത്ത പേരല്ല. ആക്ച്വലി ഇത് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഇതിനൊരു പേര് വേണമല്ലോ. കുറെ പേര് ഇങ്ങനെ ആലോചിച്ചു. നമ്മള് എന്താ പറയാ, ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തു, ചാറ്റ് ജി പി ടി ഒക്കെ നോക്കി. പക്ഷെ എനിക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല. അപ്പൊ ഇത് 2 ദിവസം ഇങ്ങനെ ഇതിന്റെ പേര് ഇങ്ങനെ പേരിന് വേണ്ടിട്ട് ഇങ്ങനെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കലായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ഒരു ദിവസം രാത്രി ഉറങ്ങിയപ്പോ ഒരു 3 മണിക്ക് എന്റെ മൈൻഡിൽ വന്നൊരു പേരാണ് സിത്താനി. 2:30 ആയിരിക്കുമല്ലേ, 2:30-3 മണിക്ക്. അപ്പോൾ പിറ്റേ ദിവസം എൻ്റെ അടുത്ത് ചോദിച്ച് ഇങ്ങനൊരു പേരുണ്ട് സിത്താനി, ഓക്കെ ആണോ എന്ന് ചോദിച്ചു.
അപ്പം ഞാൻ കുഴപ്പമില്ല എന്ന് മാത്രമേ പറഞ്ഞില്ല. അപ്പോൾ അന്നേരം ആ ഒരു ഇതിൽ ഓക്കെ ആണോന്ന് ചോദിച്ചാൽ അന്നേരം ഒന്നും തോന്നിയിട്ടില്ല. പക്ഷെ പിന്നെ ആ പേര് ശരിക്കും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. അതായത് ഞാൻ നോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒക്കെ അത് ചിലപ്പോൾ നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യും. അങ്ങനെയല്ല, കഷ്ടപ്പെട്ട് കണ്ടെത്തിയല്ലോ. അതുകൊണ്ടല്ല, എനിക്കതൊരു ബാഡായിട്ടും ഫീൽ ചെയ്തിട്ടില്ല, ഭയങ്കര ഗുഡായിട്ടും ആ ടൈമിൽ ഫസ്റ്റ് കേട്ടപ്പോൾ അങ്ങനെ തോന്നിയിട്ടില്ല. ഒരു മിഡിലായിരുന്നു. പിന്നെ പക്ഷെ അത് കേട്ട് പിന്നെ എല്ലാവർക്കും അത് ക്ലിക്കായി. അവർക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ എന്തായാലും ചോദിക്കില്ല എന്താ ഇതിന്റെ മീനിങ് ചോദിക്കലുണ്ട്. ഞാനിപ്പം സെർച്ച് ചെയ്ത ടൈമിൽ എന്താണ് സർനെയിം ആയിട്ട് പണ്ട് ചൈനീസിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെറിയൊരു അറിവ് മാത്രമേ ഉള്ളൂ. പിന്നെ അതുകൊണ്ട് കാര്യമായിട്ട് ഇതിനെന്താണ് മീനിങ് നമുക്ക് അറിയില്ല. ഞാൻ ആദ്യമായിട്ട് അർത്ഥം അറിയില്ല, പക്ഷെ ഞാൻ ആ ഒരു പേരിട്ടു എന്നൊക്കെയാണ്. ഇപ്പം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എന്തായിരുന്നു, ഇപ്പം അനക്കല്ലേ, അനക്ക് കോണ്ടാക്ട് ചെയ്ത സമയത്ത് എൻ്റെ ഇതിലേക്ക് വരാം എന്ന് തോന്നിയത്? കാരണം ഒരു സ്റ്റാർട്ടിങ് ഒരു സ്റ്റേജ് ആണല്ലോ. അനഘേച്ചി ഇങ്ങനെ വിളിച്ചിട്ട് അനഘേച്ചി ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ എനിക്കിങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. അപ്പം ഒന്നും അങ്ങോട്ട് ഇല്ലാന്നൊന്നും പറഞ്ഞില്ല. അപ്പൊ തന്നെ പറഞ്ഞു ഓക്കെ എന്തായാലും നമുക്ക് തുടങ്ങാം. എന്താണെങ്കിലും റെഡിയാണ്. എന്താണ് ഇതിലിപ്പോ ഇയാളല്ലാതെ വേറെ ഏതെങ്കിലും സ്റ്റുഡൻസ് ഉണ്ടോ? ഞാൻ സ്റ്റുഡന്റ് അല്ല, ഇതിലെന്റെ സ്റ്റുഡന്റ് ആകെ സ്റ്റുഡന്റ് ഒരാളും കൂടി ഉണ്ട്, ആളിന്ന് വന്നിട്ടില്ല. ഓക്കെ, കുഞ്ഞാവിടെ ഫസ്റ്റ് സ്റ്റേജിന്റെ ഒരു മെമ്മറി പറ. സിത്താനിയുടെ കൂടെ അതെന്താ മറന്നുപോയതാണോ? ആദ്യമായിട്ട് പോയ ഇത് പ്രോഗ്രാം പറ. ആദ്യമായിട്ട് പോയത് കണ്ണൂരാണ്. കാസർഗോഡ്. കണ്ണൂർ വിട്ട് കാസർഗോഡ് പോയി. എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ല, നല്ല പ്രോഗ്രാം. എവിടെ? കാസർഗോഡ് ടെമ്പിൾ ആയിരുന്നോ? പിടിച്ചോണ്ടാണോ? കുറച്ച് ഷൈ ടൈപ്പ്, ഭയങ്കര ഷൈയാ, പക്ഷെ അടിപൊളിയായിട്ട് പെർഫോം ചെയ്യും. ഇതുമാണ് നമ്മുടെ ഇതിലത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ആള് കറക്റ്റ് ആളുടെ വർത്താനില്ലെങ്കിലും വർക്കിലാണ് കാര്യം പറയില്ലേ, നമ്മളൊക്കെ വർത്താനത്തിൽ പിടിച്ചിരിക്കുന്ന ആളുകളാ. അവൻ കൃത്യമായിട്ട് വർക്ക് ചെയ്തിട്ട് പോകാൻ ആ പ്രോഗ്രാമിൽ അവൻ വളരെ ഹൈലൈറ്റ് ആണ്. ആ ഫുൾ ടൈം ആ 17 വയസ്സിൽ ഞങ്ങൾ വായിക്കുന്ന പാട്ടുകളൊന്നും ഞങ്ങൾ ഫസ്റ്റ് സ്റ്റേജ് ആണെങ്കിലും ഒരു പാട്ടും നമ്മൾ റിഹേഴ്സൽ ചെയ്തിട്ടല്ല കയറിയത്. ആൾ ഫസ്റ്റ് ടൈം വന്ന ആൾ എല്ലാ പാട്ടും സ്ഥിരമായിട്ട് വായിക്കുന്ന പോലെ വായിച്ചത്. വെരി എക്സ്പീരിയൻസ്ഡ് ആണ് ആള്. ഈ വയലിന് തൊട്ട് കഴിഞ്ഞാൽ അവൻ വയലിൻ വായിക്കുന്ന പോലെ നമുക്ക് എന്തോ പാടുന്ന പോലെ തോന്നും. ആണ് യദു. അതാണ് യദു. ഓക്കെ, നമുക്ക് യദു ആക്ച്വലി ഇപ്പം എല്ലാ ആൾക്കാർക്കും എല്ലാവരും ഇങ്ങനെ ഭയങ്കര ഓപ്പൺ അപ്പ് ആയിട്ട് എക്സ്ട്രോവേർട്ട് ആയിട്ട് സംസാരിക്കണമെന്നില്ല. പക്ഷെ ഒരു കഴിവുണ്ട് നമുക്ക്. അപ്പൊ യദുവിടെ ഒരു സിംഗിൾ പെർഫോമൻസ് ഉറപ്പായിട്ടും. സൂപ്പർബായിട്ടുണ്ട്. ചേട്ടനും ഇത് സ്വന്തം ചേട്ടനല്ലേ? നിങ്ങൾ എത്ര വയസ്സിന് ഡിഫറൻസ് ഉണ്ട്? 17 21.
എത്രയും 4 വയസ്സ്. കണക്കൂട്ടി അപ്പൊ വീട്ടിൽ ഇങ്ങനെ തന്നെയാണ് ഭയങ്കര ചെയ്യാ? വീട്ടിലിങ്ങനെയൊന്നുമല്ല. അഭിനയാണോ? ഇത് പുറത്തിങ്ങനെ എല്ലാരും കാണുമ്പോഴുള്ളൂ, വീട്ടിലിങ്ങനെയൊന്നല്ല. അത് നമുക്കറിയില്ല കേട്ടോ. കണ്ട ഞങ്ങളുടെ ഇന്റർവ്യൂവിൽ പല സത്യങ്ങളും പുറത്തു വരാറ്. വീട്ടില് വലിയൊരു ചേട്ടനുണ്ട്, നിങ്ങക്ക് ഐ മീൻ കസിൻ ചേട്ടൻ്റെ ഒപ്പ. അപ്പോ അവര് രണ്ടാരും കൂട്ട്. ഓ, കമ്പനിയുള്ള ആൾക്കാരുടെ അടുത്തേ കമ്പനി ആവാൻ പറ്റുള്ളൂ അല്ലേ? അല്ലെങ്കിൽ സൈലന്റാ, വീട്ടില് വെറുതെ ഉള്ളത് പോലും അറിയില്ല. ഇപ്പം കുറച്ച് മനസ്സായിട്ടുണ്ടെങ്കിലും കുറേ സ്റ്റേജസ് ഒക്കെ കവർ ചെയ്തല്ലോ. അപ്പൊ ഓഫ്കോഴ്സ് നമുക്ക് എല്ലാ ഓഡിയൻസും ഭയങ്കര പ്രിയപ്പെട്ടതായിരിക്കും, എല്ലായിടത്തു നിന്നും നല്ല നല്ല മെമ്മറീസ് കിട്ടിയിട്ടുണ്ടാവും. എന്നാലും ഭയങ്കരമായിട്ട് ഒരു സ്പെഷ്യൽ ഓഡിയൻസ് ഏതെങ്കിലും ഒരു മെമ്മറി ഉണ്ടോ? എവിടത്തെ ആയിരിക്കും, ഏതായിരിക്കും, എന്ത് മെമ്മറി ആയിരിക്കും? കഴിഞ്ഞ മാസത്തെ എറണാകുളത്തെ ഷോയും അതുപോലെ തന്നെ ഇന്നലത്തെ മറ്റേ ആലപ്പുഴ ഷോയും അടിപൊളിയായിരുന്നു. നല്ല നല്ല ഓഡിയൻസ് ആയിരുന്നു. നമ്മൾ ചില ഓഡിയൻസ് ബേസിക്കലി അവർ അടിച്ചുപൊളി കേൾക്കാൻ വേണ്ടി മാത്രം. ഇപ്പോൾ ഭജൻസിലാണെങ്കിൽ അതിൽ ഏറ്റവും അടിച്ചുപൊളിക്ക് പമ്പാകണ അങ്ങനത്തെ മൂഡ്. ഇന്നലത്തെ ആളുകൾ അങ്ങനെയല്ല, അവർ ഏത് പാട്ട് പാടിയാലും അത് ആസ്വദിക്കാൻ ഇഷ്ടമുള്ളതായിരുന്നു. മീൻസ് എല്ലാ ജേണേഴ്സും ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാ ജേണേഴ്സും കവർ ചെയ്യാൻ പറ്റി. മറ്റേ നമ്മളൊരു സെറ്റ് ഓഫ് സോങ്സിലോട്ട് മാത്രം ചിലപ്പോൾ ചുരുങ്ങി പോകാറുണ്ട്. അപ്പോൾ എറണാകുളത്തെ പോലെ തന്നെ ഇന്നലെയും നമുക്ക് എല്ലാ ടൈപ്പ് സോങ്സും വായിക്കാൻ പറ്റും. നല്ല സ്പെഷ്യൽ ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇന്നലെ പോരാതിന് കറണ്ട് പോയി. പെട്ടെന്ന് കാണണം, ഞങ്ങൾ നമ്മൾ സാധാരണ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഫ്ലാഷ് ലൈറ്റ് ഇതാക്കാൻ പറയാറുണ്ടല്ലോ. ഇന്നലെ തന്നെ കറണ്ട് പോയി. അപ്പോൾ ഇവർ അപ്പം തന്നെ ഫ്ലാഷ് ലൈറ്റ് ഓണാക്കി. അത് ഭയങ്കര മെമ്മറബിൾ ആയിപ്പോയി. ഞങ്ങൾ ഭയങ്കര പ്രൗഡായിട്ടുള്ള മൊമെൻ്റാണ്. അവർ നമ്മൾ പറയാണ്ട് തന്നെ അവരതൊക്കെ ചെയ്തപ്പോൾ അവർ അത്രയും അത് ആസ്വദിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. അത്ര ഇഷ്ടപ്പെടുന്നതുകൊണ്ടായിരിക്കും അത് ചെയ്തത്. ഓക്കെ, നമുക്ക് എന്തായാലും ഞാൻ നിങ്ങളുടെ തന്നെ വേറൊരു വീഡിയോ കാണിച്ചു തരാം. ഇതും അത്യാവശ്യം ഭയങ്കരമായിട്ട് റീച്ച് കിട്ടിയ ഒരു വീഡിയോ. ഫസ്റ്റ് റീച്ച് കിട്ടിയ ഏറ്റവും കൂടുതൽ 2 മില്യൺ ഇപ്പോൾ ഫസ്റ്റ് ക്രോസ് ചെയ്ത വീഡിയോ ആണിത്. ഓക്കെ, അതിനുശേഷമാണ് മറ്റേ വീഡിയോ വന്നത്. ഓക്കെ, അപ്പം ശരിക്കും ഇത് ഭയങ്കര സ്പെഷ്യൽ ആയിരിക്കും അല്ലേ, ആദ്യമായിട്ട് ഇത്രയും വ്യൂസ് കിട്ടുന്ന ഒരു സോങ്. ഓക്കെ, അത് നമുക്ക് അത് കേൾക്കാം. राधापति कृष्ण चंद्र की गौरीपति चंद्र छोड़ के
ബാക്കിലുള്ള ആളുകൾ അധികം സംസാരിക്കുന്നില്ല. ഇപ്പൊ ഇവിടുന്ന് ഒരാൾ പറയായിരുന്നു ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു കുട്ടിയാണ് ആ ബാക്കിൽ ആ കോർണറിൽ ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ കജ്ജലിൽ വന്ന പോലെ എന്തെങ്കിലും എക്സ്പീരിയൻസസ് അവിടെ വന്നിട്ടുണ്ടോ എന്ന് പ്രത്യേകം ചോദിക്കാൻ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇല്ല, ഇതിപ്പോൾ എൻ്റെ 3ാമത്തെ സ്റ്റേജ് കഴിഞ്ഞതേ ഉള്ളൂ. ഇതുവരെ ഇല്ല. വേറെ എന്തെങ്കിലും പ്രപ്പോസൽസ് അങ്ങനെ എന്തെങ്കിലും വരാറില്ല? ചോദിക്കാൻ പറഞ്ഞാ ഇവിടെ. അത് ശരി. ഇല്ല. എങ്ങനെയുണ്ട് ഇവരുടെ കൂടെ ഉള്ള ഒരു വൈബ്? സൂപ്പർ. ഏറ്റവും കമ്പനി ആരുടെ? എൻ്റെ സീനിയർ ആയിരുന്നു ആരതി ചേച്ചി PSCയിൽ. അങ്ങനെ ചേച്ചി വിളിച്ച് നമ്മൾ ഒരുമിച്ച് കലോത്സവത്തിനൊക്കെ പോകാറുണ്ട്. അങ്ങനെ പഠിച്ചു. ഓക്കെ. ഈ ഫസ്റ്റ് ഈ ഒരു ഷോ നമുക്കിങ്ങനെ നമ്മൾ ഇത് എല്ലാം നിങ്ങളൊക്കെ ഫോം ചെയ്തു. ആദ്യമായിട്ട് നിങ്ങൾ ടീമായിട്ട് പോകുമ്പോൾ ആ ഒരു ആദ്യത്തെ സ്റ്റേജും ഇന്നലെ കഴിഞ്ഞത് എത്രാമത്തെ സ്റ്റേജ് ആയിരുന്നു? ഓർമ്മയില്ല, എണ്ണാൻ പറ്റുന്ന ഓർക്കാൻ പറ്റാവുന്നതിൽ അപ്പുറത്തെ സ്റ്റേജായി. അത് സിത്താനിയുടെ ഞാനൊന്ന് എണ്ണിക്കോട്ടെ. ഒരു 9ാമത്തെ അങ്ങനെയില്ല 10ാമത്തെ അന്ന് 100ാമത്തെ ഓക്കെ. അപ്പൊ ആ 1ാമത്തെ സ്റ്റേജിൽ നീ 100ാമത്തെ സ്റ്റേജിൽ നിൽക്കുമ്പോ എന്ത് തോന്നുന്നു, ഫീൽ ചെയ്യുന്നു തിരിഞ്ഞു നോക്കുമ്പോ? ഞാനാണ് ഇതിൽ ഏറ്റവും കോൺഫിഡൻസ് കുറവില്ല ആളുണ്ടായത്. അപ്പൊ അവിടുന്ന് മീൻസ് എൻ്റെ കൂടെയുള്ള ആൾക്കാരാണ് അതിൻ്റെ ഏറ്റവും എൻ്റെ കോൺഫിഡൻസ് ബൂസ്റ്റ് ആവാൻ കാരണം. മീൻസ് ഇവരെല്ലാവരും ഭയങ്കര കോൺഫിഡൻ്റ് ആണ്, ഭയങ്കര സപ്പോർട്ടീവാണ്. മീൻസ് എന്താ പറയുക, നല്ലവണ്ണം ബൂസ്റ്റ് ചെയ്യും. അപ്പം അങ്ങനെ ആ ഫസ്റ്റ് സ്റ്റേജിൽ ഞാൻ ഭയങ്കര പേടിച്ച് ഭയങ്കര ടെൻഷനായിരുന്നു. പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ഭയങ്കര എനിക്ക് ചെയ്യാൻ ഇഷ്ടമാണ്, എന്നാൽ പെർഫോം ചെയ്യാൻ ഭയങ്കര പേടിയായിരുന്നു. സ്റ്റേജ് ഫിയർ ഭയങ്കര ജാസ്തിയായിരുന്നു. അപ്പം അങ്ങനെ എല്ലാവർക്കും അറിയാം. അപ്പം അവിടുന്ന് ഇവര് ഒരു സപ്പോർട്ടും ഉണ്ട്. ആ സ്റ്റേജ് ഫിയർ മാറി ഇപ്പം ഭയങ്കര പ്രോഗ്രാം ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായി. കോൺഫിഡൻസ് ലെവലൊക്കെ ബൂസ്റ്റായി. ഇപ്പൊ ഭയങ്കര ഇഷ്ടമാണ് പ്രോഗ്രാം ചെയ്യാൻ. അങ്ങനെ എങ്ങനെയാപ്പോ നിങ്ങളുടെ ഒരു ടീമിലേക്ക് എടുക്കുന്നത്? ആരും ഓഡിഷൻ ചെയ്യുന്നത്? ശരണാണോ? അല്ല, അങ്ങനെയല്ല. ഇതില് ഓഡിഷൻ അല്ല, നമ്മൾ ചിലപ്പോൾ വീഡിയോസ് ഒക്കെ കാണൂലേ, ചേച്ചിയാണ് അത് സെലക്ട്, സിംഗേഴ്സിന് സെലക്ട് ചെയ്യുന്ന അനക്കേച്ചിയാണ്. ഇൻസ്ട്രുമെന്റൽ സൈഡ് ഞങ്ങള് സെറ്റാണ്. ഇല്ല, ഇൻസ്ട്രുമെന്റ്സിലോട്ട് ഞങ്ങൾക്കൊരു റിതം പാഡ് ആഡ് ചെയ്യണമെന്നുണ്ട്. അത് എൻ്റെ ഒരു മനസ്സിലെ ആഗ്രഹമാണ്. അത് റെഡിയാവും. ഞങ്ങൾക്ക് ഞങ്ങളുടെ വൈബിന് ഒത്തൊരാള് മീൻസ് പ്ലേ ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ട്, ഒരുപാട് ആളുകൾ ആർട്ടിസ്റ്റ്. ഞങ്ങളുടെ വൈബ് തന്നെ മീൻസ് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ഇപ്പോൾ നമ്മളൊരു പോസിറ്റീവായിട്ടിരുന്നാൽ മതി. നമ്മളിപ്പോൾ നമുക്ക് ഇഷ്യൂകൾ വരും, അതുപോലെ തന്നെ ചിലപ്പോൾ തെറ്റുകളൊക്കെ വരും. അതിനെ വളരെ ആധികാരികമായിട്ട് തെറ്റിയോ അങ്ങനെ കാണിക്കാണ്ട് തളർത്താണ്ട് നമ്മുടെ ഇപ്പം പിടിച്ചു നിൽക്കുക. മീൻസ് നമ്മുടെ സപ്പോർട്ട് ചെയ്യുന്ന ആള്, നമ്മുടെ കഴിവുകളെ മനസ്സിലാക്കുന്നതിനേക്കാൾ കുറവുകളെ മനസ്സിലാക്കുന്ന ഒരാൾ വന്നാൽ സെറ്റാവും. ചെറിയ പുള്ളിയല്ലോ ഇങ്ങനെ ഇതുപോലെ കൊറേ പറയാറുണ്ട്. സ്വന്തം ഡയലോഗാ? അല്ല, സ്വന്തം പാറ്റന്റ് ഉണ്ട്. കൊള്ളാട്ടോ. എങ്ങനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? നമുക്കെന്താന്ന് വെച്ച് കഴിഞ്ഞാല് വീട്ടിലെ റേഷനെ പറ്റി ആലോചിക്കുമ്പോ ഇങ്ങനെ പറഞ്ഞു പോണാണ്. എങ്ങനെയാ ശരണ്യ ഒരു സെലിബ്രിറ്റി ലൈഫൊക്കെ എങ്ങനെ പോകുന്നു? അങ്ങനത്തെ ഇല്ല, ഇവര് പറഞ്ഞു ഭയങ്കര വലിയ എന്തിനാ എളിമയാ പറ. അങ്ങനെയൊന്നുമില്ല. ഹാർമോണിയം ലീഡ് ചെയ്യുന്ന ബാൻഡ് എനിക്കുണ്ട്. ഞാനാണ് ആദ്യമായിട്ട് ഹാർമോണിയം ലീഡിങ് ബാൻഡ് കൊണ്ടുവന്നത് ഞാനാണ് കേരളത്തിൽ. അപ്പോൾ അതിൻ്റെ അപ്പോൾ അങ്ങനെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. പിന്നെ അത്യാവശ്യം സെലിബ്രിറ്റി ആർട്ടിസ്റ്റുകളൊക്കെ വായിക്കാറുണ്ട്. എന്തായാലും ഇപ്പം നിനക്കിങ്ങനെ സിനിമ അതുപോലുള്ള സിനിമയിലൊക്കെ വർക്ക് ചെയ്യണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ, അങ്ങനെ വർക്ക് ചെയ്ത ആരെങ്കിലും ഉണ്ടോ? ഞാൻ വർഷങ്ങൾക്ക് ശേഷം ആ മധുപകരവ് ഞാൻ ഹാർമോണിയം വായിക്കണം. അതായിരുന്നു ഫസ്റ്റ് മൂവി. അതായിരുന്നു ഫസ്റ്റ് മൂവി. അതിനുശേഷം ദൈവാനുഗ്രഹിച്ചൊന്നും ഉണ്ടായിട്ടില്ല.
ചുമ്മാ നല്ല തരട്ടെ. താങ്ക് യു. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ.